എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറുക്ക് കാളൻ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ചേന, ഏത്തയ്ക്ക, പിന്നെ ചുമന്നമുളക്, പച്ചമുളക്, കടുക്, ഉപ്പ്, ഉലുവ, ജീരകം, കുരുമുളക് പൊടി, മഞ്ഞൾ, കരിവേപ്പില, വെളിച്ചെണ്ണ. പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് ചേന 250 ഗ്രാം, ഏത്തയ്ക്ക, ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് നല്ല മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുകയാണ്. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം. കാളൻ ഉണ്ടാക്കാനായിട്ട് നെയ്യും കൂടി വേണം. ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചേനയും ഏത്തക്കയും വേവാൻ ഇച്ചിരി താമസം വരും. അപ്പോൾ അത് നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം, വെള്ളം വറ്റി പോകാതെ. ഇപ്പോൾ ഈ ചേന ഏത്തക്കയും തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1.5 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. മിക്സ് ചെയ്യണം. ഇനി ഇതെല്ലാം ഒന്ന് വേവട്ടെ. ഇനി അടച്ചു വയ്ക്കണം. വേവണം. നമുക്ക് ഈ ചേനയും ഏത്തക്കയും കൂടെ അടിക്ക് പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു ജാർ എടുക്കുക. അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ, അതിലേക്ക് ഒരു നുള്ള് ജീരകം, ഒരു പച്ചമുളകും കൂടെ വേണം. തേങ്ങയും പച്ചമുളകും ജീരകം കൂടെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ഈ ഏത്തക്കയും ചേനയിലേക്ക് ഒഴിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ട പിടിക്കാൻ പാടില്ല. നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. തീ കുറച്ച് വയ്ക്കണം. പിന്നെ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പം നോക്കിയിരുന്നു, എനിക്ക് ഇതിനകത്ത് ഉപ്പ് ഉണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള ഉപ്പ്, ചിലർക്ക് കൂടുതൽ വേണം, ചിലർക്ക് കുറച്ച് വേണം. അപ്പോൾ അതനുസരിച്ച് അവരുടെ ഇഷ്ടത്തിന് ഇടുക. ഇങ്ങനെ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഉപ്പുമൊക്കെ നോക്കി ഇപ്പം നല്ല കുറി വന്നിട്ടുണ്ട്. ഇത് കുറിയിൽ തന്നെ ഇരിക്കണം. ഇങ്ങനെ നിങ്ങൾ ഓണത്തിന് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് അടുത്ത് ചേർക്കാനുള്ളത്, ഇത് നന്നായി കുറിയിട്ടുണ്ട്. ഇനി അടുത്ത് ചേർക്കാനുള്ളത്, തീ കുറച്ച് വെച്ചേക്കണം. സ്ലോയിൽ അത് വെന്ത് പറ്റി വരണം. അത് കുറിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് 1 കപ്പ് തൈര്, നല്ല പുളിയുള്ള തൈരാണ് ഈ കാളൻ കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടുന്നത്. ചിലർക്ക് മധുരമുള്ളതായിരിക്കാം. പിന്നെ അവരവരുടെ ഇഷ്ടത്തിനുള്ള എടുക്കുക. പുളിയുള്ളതായാലും മധുരമുള്ളതായാലും ഏതായാലും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് തൈര് ചേർക്കുക. ഇങ്ങനെ അത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിരിഞ്ഞു പോകാൻ പാടില്ല. നമുക്കിത് കടുക് വറക്കാം. വെളിച്ചെണ്ണ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. 1 സ്പൂൺ നെയ്യ്. ഓയിൽ ചൂടായിട്ടുണ്ട്.
2 സ്പൂണ് കടുക്, ഒരു പിഞ്ച് ഉലുവ, ഇതിൽ 2-3 വറ്റൽമുളക്, കുറച്ച് കരിയാപ്പില. നമുക്ക് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തു ഈ കാളനിലേക്ക് ഒഴിക്കുക. എല്ലാം ഒന്ന് മിക്സാക്കി അങ്ങനെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് എല്ലാവരും ഇതുപോലൊന്ന് കാളൻ ഉണ്ടാക്കി നോക്കുക, ഇതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവരും ഈ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലൊരു കാളൻ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.